എല്ലാവർക്കും നമസ്കാരം. അപ്പം അബിയുടെയും ജാനകിയുടെയും വീട് നല്ലൊരു ക്ലൈമാക്സിലേക്ക് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളൊക്കെ നല്ല കിടിലൻ എപ്പിസോഡുകളായിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ഈ സീരിയൽ ഉച്ചയ്ക്ക് ആക്കിയത് കൊണ്ട് തന്നെ പലർക്കും ഈ സീരിയൽ സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അതിൻ്റെ എപ്പിസോഡുകളൊക്കെ കൃത്യമായിട്ട് അറിയാനാണെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ അമൽ പ്രഭാവതിയോട് പറയണ കേട്ടോ, ഏട്ടത്തിയുടെ അവസ്ഥ വളരെ മോശമാണ്, ഏട്ടത്തി കോമാ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് കേട്ടിട്ട് അഭിയേട്ടനാണെങ്കിൽ ആകെ തളർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നതെന്നൊക്കെ പറയണം. ഇത് കേൾക്കുന്ന പ്രഭാവതിക്കാണെങ്കിൽ ആകെ വിഷമമാവുന്നുണ്ട്. പ്രഭാവതി പറയാണ്, എന്നാലും ജാനകിക്ക് ഈ അവസ്ഥ വന്നല്ലോ മോനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് സങ്കടം പറയുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ പൊന്നു ഓടി വന്നിട്ട് പ്രഭാവതിയോട് പറയാണ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം മുത്തശ്ശി പറഞ്ഞതല്ലേ ഇന്ന് തന്നെ അമ്മേനെ കൊണ്ട് കാണിക്കാമെന്ന്, വാ മുത്തശ്ശി നമുക്ക് പോവാമെന്ന് പറയുമ്പോൾ അമൽ പറയാണ്, ഇന്ന് എന്തായാലും പൊന്നുവിനെ കൊണ്ട് അമ്മ ഹോസ്പിറ്റലിലോട്ട് പോകണ്ട, ഏട്ടത്തിന് ഈ അവസ്ഥയിൽ പൊന്നു കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ പൊന്നു ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. അപ്പോൾ പ്രഭാവതി പറയാണ്, വേറെ നിവൃത്തിയില്ല മോനെ, ഇവളെയും കൂട്ടി പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പോകുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. എന്നാൽ ഇതേ സമയത്താണെങ്കിൽ അപർണ മറിഞ്ഞ് നിന്ന് അമൽ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപർണയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഒത്തിരി സന്തോഷമാവും കേട്ടോ. പ്രഭാവതി പോയതിന് ശേഷം അപർണയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അമലിനോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമൽ, എന്താ പറ്റിയത് നിനക്ക്, നിൻ്റെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമൽ പറയണ, കൂടുതൽ അഭിനയിക്കാതടി, നീ എല്ലാം മറന്നു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ അപർണ പറയണത്, ശരിയാ ഞാൻ എല്ലാം കേട്ടു, ജാനകി കോമ സ്റ്റേജിലോട്ട് പോയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അമലിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. അമൽ ചോദിക്കുകയാണ്, സ്വന്തം സഹോദരി അല്ലേടി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, നിനക്ക് എങ്ങനെയാടി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മനസ്സ് വരുന്നത്, നിൻ്റെ അച്ഛനാണ് ഇതിനെല്ലാം കാരണം, സ്വന്തം മകളെ പോലും കൊല്ലാൻ മടിയില്ലാത്ത ഒരു രണ്ടുകാൽ മൃഗമാണ് അയാളെന്നൊക്കെ പറഞ്ഞിട്ട് അമൽ ഒരുപാട് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനെ കുറ്റം പറയുന്നത് കേട്ടിട്ട് അപർണ പറയാണ്, മതി അമലെ നിർത്ത്, ഇനി എൻ്റെ അച്ഛനെ കുറിച്ച് ഇനി ഒരു അക്ഷരം പറഞ്ഞു പോകരുത്, എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യത നിങ്ങൾക്ക് ആർക്കും ഇല്ലെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അമൽ ചോദിക്കുകയാണ്, നിനക്കറിയോടി ഏട്ടത്തി ആരാന്ന് നിനക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ അപർണ പറയാണ്, അതിലെന്താ കൂടുതൽ അറിയാനിരിക്കുന്നത്, അച്ഛനോ അമ്മയോ ഇല്ലാത്ത ഒരു അനാഥ, അതിൽ കൂടുതൽ എന്താണ് അവളെന്ന് ചോദിച്ചിട്ട് അപർണ പോവാണ്. അപ്പോൾ അമലിന് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എങ്കിലും അമലിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് അമൽ. ഹോസ്പിറ്റലിൽ എത്തുന്ന പൊന്നു ആണെങ്കിൽ ജാനകിനെ കണ്ട ഉടനെ ജാനകിനെ ചെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മയെ കണ്ണ് തുറക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ജാനകിയിൽ ഒരു മാറ്റവും ഇല്ലെന്ന് മനസ്സിലാവുമ്പോൾ പൊന്നു ആണെങ്കിൽ അബിയോട് ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ അമ്മ ഒന്നും സംസാരിക്കാത്ത, അമൽ ചെറിയച്ഛൻ പറഞ്ഞല്ലോ ഡോക്ടർ ഒന്ന് അമ്മേനെ നോക്കിയെന്ന്, എന്നിട്ടും അമ്മ സംസാരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അബിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അബി പ്രഭാവതിയോട് ചോദിക്കുകയാണ്, എന്തിനാ അമ്മ ഇവളെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, പിന്നെ ഞാനെന്ത് ചെയ്യാനാ മോനെ, ജാനകിയെ കണ്ടേ പറ്റൂന്ന് ഒരേ വാശിയില്ല മോള്, അതുകൊണ്ടാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയാണ് കേട്ടോ. അതുമാത്രമല്ല പ്രഭാവതി ആണെങ്കിലും അബിയോട് പറയുന്നുണ്ട്, എന്നാലും ജാനകിക്ക് ഈ അവസ്ഥ വന്നല്ലോ മോനെ, ഇപ്പോൾ ശത്രുക്കൾക്കൊക്കെ ഒത്തിരി സന്തോഷമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല പ്രഭാവതി പറയാണ്, എന്തായാലും നീ വീട്ടിലേക്ക് ചെല്ലും, മോളുടെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ, ഇനി മുതൽ ഞാൻ ഇവിടെ നിന്നോളാം, അവളെ നോക്കേണ്ട കടമ എനിക്കും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം അബി പറയുന്നുണ്ട്, അതിന് അമ്മയല്ല ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടത്, ഞാൻ പറയുന്നത് സ്വാർത്ഥതയാണെങ്കിൽ കൂടി അമ്മ ക്ഷമിക്കണം, ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടത് ജാനകിയുടെ അമ്മ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്, ആര്, രാധാമണിയോ, അതിന് രാധാമണിക്ക് ഇവള് സ്വന്തം മോളാന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത അവരെങ്ങനെ ജാനകീനെ ഇവിടെ നിന്ന് സംരക്ഷിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിരാമ പറയാണ്, എനിക്ക് വേറെ നിവൃത്തിയില്ല അമ്മേ, ഇവളെ ഡൽഹിക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറച്ച് നാളെങ്കിലും ഇവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി പറയാണ്, അത് വേണ്ട മോനെ, അത് കുറച്ചുകൂടി അപകടം വരുത്തി വയ്ക്കത്തേ ഉള്ളൂ, അവരെ എവിടെ നിന്നാണോ നീ കൂട്ടിക്കൊണ്ട് വന്നത് അതേ ആശ്രമത്തിലേക്ക് തന്നെ നീ അവരെ തിരിച്ച് പറഞ്ഞയക്കണം, അവിടെ അവർ സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മറുഭാഗത്ത് നകുലനാണെങ്കിൽ ഇന്ദ്രജയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, തനിക്ക് കേരളത്തിൽ ബിസിനസ് തുടങ്ങാനുള്ള കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, ഞാൻ ഡയറക്ടർ ബോർഡിലുള്ളവരോടായിട്ട് സംസാരിച്ചു, നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഈ കാര്യത്തിൽ നിന്നെ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്.